നമസ്കാരം. MRF ഇന്റീരിയർ വേൾഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഞാൻ ഫിറോസ് മുഹമ്മദ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വിൻഡോ ബ്ലൈൻഡ്സുകളെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള വിൻഡോ ബ്ലൈൻഡുകൾ ഉണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതാണ്. സീബ്ര ബ്ലൈൻഡ്സ് ഉണ്ട്, വെർട്ടിക്കൽ ബ്ലൈൻഡ്സ്, റോമൻ ബ്ലൈൻഡ്സ്, വുഡൻ ബ്ലൈൻഡ്സ്, വെനീഷ്യൻ ബ്ലൈൻഡ്സ്, PVC ബ്ലൈൻഡ്സ്, കർട്ടൻ ബ്ലൈൻഡ്സ്, അങ്ങനെ ഒരുപാട് നിരവധി ഐറ്റംസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടത് സീബ്ര ബ്ലൈൻഡ്സുകളെ കുറിച്ചും അതുപോലെ തന്നെ വുഡൻ ബ്ലൈൻഡ്സുകളെ കുറിച്ചും ഒരു വീഡിയോ ആണ്. ഇന്ന് അതുപോലെ തന്നെ വിൻഡോ ബ്ലൈൻഡ്സുകളിൽപ്പെട്ട ഒരു ബ്ലൈൻഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ വിഷയം കസ്റ്റമൈസ്ഡ് 3D ബ്ലൈൻഡ്സ്. അതായത് എന്താണ് 3D ബ്ലൈൻഡ്സ്? നമ്മൾ വിൻഡോ ബ്ലൈൻഡ്സുകളിൽ ഉപയോഗിക്കുന്ന ഒരു തരം ബ്ലൈൻഡാണ് 3D ബ്ലൈൻഡ്സ് എന്ന് പറയുന്നത്. കസ്റ്റമറുടെ ആവശ്യാനുസരണം അതിൻ്റെ അകത്ത് നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട്, നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ അകത്ത് പ്രിൻ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഏത് പ്രിൻ്റ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ പോലുള്ള ഒരു ബ്ലൈൻഡ്, അതായത് ഈ ഒരു 3D ബ്ലൈൻഡ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണെന്ന് പറഞ്ഞു. UV പ്രിൻ്റ് അതുപോലെ തന്നെ HS പ്രിൻ്റ്, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രിൻ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. ആ രണ്ടിൻ്റെയും പ്രിൻ്റുകളുടെ അടിസ്ഥാനത്തിലാണ് വില നിശ്ചയിക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് HS പ്രിൻറ്റിന് അല്ലെങ്കിൽ UV പ്രിൻ്റ് എന്താണ്. HS പ്രിൻ്റ് എന്ന് പറയുന്നത് ലോക്കലി നമ്മൾ മാർക്കറ്റിൽ ഇന്ന് കേരളത്തിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ സാധാരണ പ്രിൻ്റ് ചെയ്യുന്ന പ്രിൻറ്റിങ്, അതായത് നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഫ്ലെക്സ് പ്രിൻ്റ് ഒരു സംഗതിയാണ് HS പ്രിൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ UV പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് കൊണ്ട് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന സിസ്റ്റമാണ് UV വയലറ്റ് അല്ലെങ്കിൽ UV പ്രിൻ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ UV പ്രിൻ്റ് ഉപയോഗിച്ച് വിൻഡോ ബ്ലൈൻഡുകളാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് തരത്തിൽ ഇത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഈ 3D ബ്ലൈൻഡ്സ് പ്രധാനമായും മാർക്കറ്റിൽ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് റോളർ ബ്ലൈൻഡ്സ്, അതുപോലെ തന്നെ സീബ്ര ബ്ലൈൻഡ്സ്, വുഡൻ ബ്ലൈൻഡ്സ്, അതുപോലെ തന്നെ റോമൻ ബ്ലൈൻഡ്സ്, പിന്നെ വെർട്ടിക്കൽ ബ്ലൈൻഡ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് മെത്തേഡുകളിലേക്ക് ഈ ഒരു 3D ബ്ലൈൻഡ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് കേരളത്തിൽ അധികം ചെയ്തിട്ടുള്ളത് റോളർ ബ്ലൈൻഡ്സ് അതുപോലെ തന്നെ സീബ്ര ബ്ലൈൻഡ്സ് എന്നിങ്ങനെയാണ്. ഇതിൻ്റെ പ്രൈസ് ഓരോന്നിനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള റേറ്റ് ആണ്. മാർക്കറ്റിൽ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ റോളർ ബ്ലൈൻഡ്സിന് 250 മുതൽ മുകളിലോട്ടേക്ക് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സീബ്ര ബ്ലൈൻഡ്സ് 350 മുതലാണ് മാർക്കറ്റിൽ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്ക്വയർ ഫീറ്റിനാട്ടോ. ഇതിന് മിനിമം ക്വാണ്ടിറ്റി ആയിട്ട് കമ്പനി ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഒരു സ്ക്വയർ മീറ്ററാണ്. അതായത് 10.76 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സ്ക്വയർ ഫീറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ചെറിയൊരു വിൻഡോ ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിലും ചിലപ്പം അതിനകത്തൊരു 7 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ആ ഒരു വിൻഡോ ഉണ്ടാവുക. എന്നാൽ കമ്പനിയിലേക്ക് എത്തുന്ന സമയത്ത് കമ്പനി ഇതിന് ചാർജ് ചെയ്യുന്നത് ഒരു സ്ക്വയർ മീറ്ററാണ്. അതും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ സീബ്ര ബ്ലൈൻഡ്സ് അല്ലെങ്കിൽ 3D ബ്ലൈൻഡ്സ് ഇതെങ്ങനെയാണ് നമുക്കിനി ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. സിമ്പിളാണ്. നിങ്ങൾ വിൻഡോ ബ്ലൈൻഡ്സിൻ്റെ അളവ്, ഇൻസൈഡ് അളവ്, നീളവും വീതിയും ഇൻസൈഡ് അളവ് സെൻറ്റിമീറ്ററിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ സെൻറ്റിമീറ്ററിൽ എടുത്ത അളവ് ഈ താഴെ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കളറ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ തിരിച്ചയച്ചു തരും. ആ രീതിയിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മളടുത്ത് ഓൾറെഡി ഏകദേശം ഒരു 10,000 കണക്കിന് 3D പിക്ചേഴ്സ് നമ്മുടെ ഓൾറെഡി നമ്മളതിൽ സേവ് ഉണ്ട്. നമ്മൾ എന്താ പറയുക, ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു കാറ്റലോഗ് പോലെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10,000 കണക്കിന് കളേഴ്സ് അല്ലെങ്കിൽ 10,000 കണക്കിന് ഡിസൈൻസ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇതൊന്നും അല്ലാതെ നിങ്ങളതിന് ഫോട്ടോ പ്രിൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഫാമിലി ഫോട്ടോസ്, മറ്റുള്ള സീനറീസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു വാളിൽ ഒരു വാൾപേപ്പർ കൊടുക്കുകയാണ്. ആ വാൾപേപ്പറിന് സെയിം ആയിട്ടുള്ള കേർട്ടന് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതാണ് നമുക്ക് ഈ 3D ബ്ലൈൻഡ്സിനെ കൊണ്ടുള്ള പ്രധാനമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്ന ബ്ലൈൻഡുകളെക്കാളും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും ഇത്. ഇനി ഇതിൻ്റെ ഒരു 3 പാളി ജനലാണ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര പൈസയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 10 സ്ക്വയർ ഫീറ്റ് ജനൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 3,500 രൂപ ചാർജ് ഇതിന് വരും. കേവലം 10 സ്ക്വയർ ഫീറ്റിനാണ്. ഇത് അങ്ങനെ സ്ക്വയർ ഫീറ്റ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ പ്രൈസിൽ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. സ്ക്വയർ ഫീറ്റ് റേറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 250, 350, 450 അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പോകുന്നത്. സീബ്ര ബ്ലൈൻഡ്സ്, റോളർ ബ്ലൈൻഡ്സ്, വുഡൻ ബ്ലൈൻഡ്സ്, റോമൻ ബ്ലൈൻഡ്സ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ബ്ലൈൻഡ്സ് തുടങ്ങിയ ഈ ഒരു കാറ്റഗറിയിൽ, വെനീഷ്യൻ ബ്ലൈൻഡ്സ് തുടങ്ങിയ കാറ്റഗറിയിലൊക്കെ നമുക്ക് 3D പ്രിന്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് കാറ്റലോഗ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട് 3Dയുടെ. അത് കാണിച്ചിട്ടുള്ളൊരു പ്രത്യേകം എപ്പിസോഡ് നമ്മൾ ചെയ്യും. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ അവരുടെ ആവശ്യങ്ങൾ കമൻറ്റ് വഴി ചോദിക്കാറുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മറുപടി കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സീബ്ര ബ്ലൈൻഡ്സ്, സാധാരണ ഓർഡിനറി സീബ്ര ബ്ലൈൻഡ്സ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
ഹോൾസെയിൽ പ്രൈസിൽ നമ്മൾ ഓൾ കേരളയിൽ ഡെലിവറി കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് നമ്മൾ ഇതിനോടകം തന്നെ നമ്മൾ യൂട്യൂബ് കണ്ട ഒരുപാട് പ്രേക്ഷകർ നമ്മളെ അടുത്ത് നിന്ന് ബ്ലൈൻഡ് എടുത്തിട്ടുണ്ട്. അവരൊക്കെ സംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ആൾക്കാരോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഒരു എന്താ പറയുക സംതൃപ്തി അറിഞ്ഞിട്ടുള്ളൊരു വീഡിയോ അയച്ചു തരണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ വീഡിയോൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള മടി കൊണ്ട് അത് അയച്ചു തരാത്തതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഫീഡ്ബാക്ക് കൂടി നേരിട്ട് കേൾക്കാവുന്നതാണ്. തീർച്ചയായും ഇന്നത്തെ ഈ ഒരു രസകരമായിട്ടുള്ള ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും 3D ബ്ലൈൻഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഈ നമ്പറിൽ, വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള റിപ്ലൈകൾ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഫിറോസ് മുഹമ്മദ് സൈനിങ് ഓഫ്.